എന്ത് വില കൊടുത്താലും വേണ്ടില്ല, അമ്മാവന്റെ ഈ കച്ചവടം പൊളിക്കണം. ഇതിപ്പോ എന്റെ കൂടെ ആവശ്യമായിട്ട് വന്നേക്കില്ലയോ? അതെന്താ നിന്റെ ആവശ്യം? അല്ല, ആളിന്റെ നമ്മുടെ ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഫാസിലെ, ഈ ജാനമ ഡേവിസിന്റെ വീട് എവിടെയെന്ന് അറിയാമോ? വീട് കോട്ടയത്ത് എവിടെയാണ്, എവിടെയെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് അവരോട് ചോദിച്ചാ പോലെ എളിയാ. കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിലിട്ട് അളക്കണത്. അല്ല, നിന്റെ ഏട്ടനാണല്ലോ ഇതിന്റെ ഇടനിലക്കാരൻ, അവനോട് ചോദിച്ചാൽ കിട്ടില്ലേ? അത് ഞാൻ പെട്ടെന്ന് ചോദിച്ചാലേ ഈ കച്ചവടം എങ്ങാനും മുടങ്ങിയത് നമ്മുടെ പെടലിക്ക് വരും. അത് നീ പെട്ടെന്ന് ചോദിക്കണ്ട, നീ ഏട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് നൈസിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്നിട്ട് ചുളിവില് ഈ ജാനമ ഡേവിസിന്റെ നമ്പർ ചൂണ്ട്. അത് ഞാൻ ശ്രമിക്കാം. പക്ഷെ വേറെ കാര്യമുണ്ടല്ലോ. എന്താണ്? എന്നിട്ട് ഇവരോട് നമ്മൾ എന്താ പറയാൻ പോണത്? അതിനുള്ള ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. എന്താണ്? നമ്മൾ നേരെ ജാനമ ഡേവിഡിൻ്റെ അടുത്ത് പോയി കാണുന്നു. കണ്ടിട്ട് നമ്മൾ പറയും, സാറേ, ചേച്ചി, നിങ്ങളിപ്പോൾ വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ അഡ്വാൻസ് കൊടുത്ത സ്ഥലമുണ്ടല്ലോ, അത് 2 മാസം മുമ്പ് വേറൊരാൾ അഡ്വാൻസ് കൊടുത്തു, അടുത്ത ആഴ്ച അയാൾ വണ്ടി ഇടിച്ച് മരിച്ചു. പിന്നെ ആ സ്ഥലത്താണെങ്കിൽ ഒരു 5-6 പേര് ആത്മഹത്യ ചെയ്തവരെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആ കടയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എടാ, അവര് നിന്റെ പോലെ പോഴനൊന്നുമല്ല, അഡ്വക്കറ്റാണ്. ഇതൊക്കെ പഴയ പന്നാക്ക് നമ്പറാണ്. പുതിയത് എന്തെങ്കിലും ഉണ്ടേ പറ. ഇതൊന്നും ഇപ്പൊ ചെലവാവില്ല. ഇഷ്ടം നിങ്ങൾ പുതിയത് അങ്ങോട്ട് ഉണ്ടാക്കി നിങ്ങൾ പറയും. എനിക്ക് തോന്നണതേ, നമുക്ക് ഈ കടമുറിയിൽ വാടകയ്ക്ക് ഇരിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് ഒരാളങ്ങോട്ട് പറഞ്ഞു വിട്ടാലാ. എന്നിട്ട് ഞാനിവിടെ 10-30 വർഷമായിട്ട് വാടകയ്ക്ക് ഇരിക്കുകയാണ്. എന്റെ ഉപജീവന മാർഗം ഇതാണ്. എനിക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണമെങ്കിൽ ഒരു 35 ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്നെ എന്ന് പറയാം. നന്നായിരിക്കും. അപ്പൊ ജാനമ ഡേവിഡ് പറയും, നീ മര്യാദയ്ക്ക് വാടക കൂട്ടി താടേന്ന് പറയും. എടാ ക്ലീറ്റസേ, ഇവര് കേസിന് പോയാൽ കേസ് 10-35 കൊല്ലം കിടക്കും. വാടകക്കാര് കേസിന് പോയാല് മാത്രമല്ല, അത് നല്ല ഐഡിയ കേട്ടോ, അത് നല്ല ഐഡിയ ആണ്. പക്ഷെ വേറൊരു കുഴപ്പം എന്താ അതിനകത്തുള്ളതെന്ന് വെച്ചാല്, അമ്മാവന് അവരൊരു വലിയ എമൗണ്ട് അഡ്വാൻസ് കൊടുത്തതല്ലേ? എത്ര കൊടുത്ത്? ഒരു 5 രൂപ കൊടുത്തിട്ടുണ്ട്. 5 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പൈസ അമ്മാവൻ തിരിച്ചു കൊടുത്തില്ല എന്ന് വന്നാല് അവര് ഈ അമ്മാവനെതിരെ കേസ് കൊടുത്താലോ? നമ്മുടെ ഈ വാടകക്കാരന് ഒഴിയൂല എന്ന് പറയുമ്പോൾ തന്നെ അവരൊഴിയാൻ ശ്രമിക്കും. മനസ്സിലായ? പിന്നെ നമ്മൾ ശ്രമിക്കേണ്ടത് അമ്മാവനെ കൊണ്ട് ഒഴിയിപ്പിക്കാൻ ഒരു കാര്യം ആലോചിച്ചെടുക്കണം. അതിനിപ്പോ എന്തോ ചെയ്യും? അതിനൊരു മാർഗമുണ്ട്. നമുക്ക് സെന്റിന് 3.5 ലക്ഷം രൂപ വെച്ചിട്ട് എടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ അമ്മാവിന്റെ അടുത്തേക്ക് അങ്ങ് വിടാം. അത് കൊള്ളാം. അപ്പൊ ഒരു 10-12 ലക്ഷം രൂപ കൂടുതൽ കിട്ടും എന്ന് പറയുമ്പോ അമ്മാവൻ അത് ഒഴിവാക്കിക്കോളും. അതെ, നിങ്ങൾ രണ്ടാളും കൂടെ അമ്മാവന് ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. എടാ ക്ലീറ്റസ്, ഇത് കച്ചവടം നടത്താനല്ല, കച്ചവടം കലക്കാനാണ് നമ്മൾ ശ്രമിക്കണം. വെറുതെ പറയുള്ളൂ. വെറുതെ പറയുള്ളൂ. എന്നാ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇനി ഇപ്പൊ വേറെ ആളെ കൊണ്ട് മറിച്ച് വെക്കാനുള്ള പരിപാടിയാണ്. നിനക്ക് നീ എന്തിനെ പറ്റിയിട്ട് സംസാരിച്ചോണ്ട് നിനക്ക് മനസ്സിലാവണില്ലേ? അമ്മാവന്റെ വസ്തുവിന്റെ പൊളിക്കാൻ നോക്കുക. 10-12 ലക്ഷം രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അമ്മാവന് ആ കച്ചവടം ഒഴിയും, ഉറപ്പാണ്. മനസ്സിലായില്ലേ? പൈസക്ക് ആക്രാന്തം പിടിച്ചിട്ട് 5,000 രൂപ ടോക്കണും കൊടുപ്പിക്കണം. ഈ 3 രൂപ വില പറഞ്ഞിട്ട് 5,000 രൂപ ടോക്കണും കൊടുപ്പിക്കണം. അതാര് കൊടുക്കും? അതിനൊരാളെ വിടണം. അല്ല, ഈ ടോക്കൺ പൈസ നമുക്ക് കൊടുക്കാന്ന് ആളെയും കൊടുക്കും. പക്ഷെ നമുക്ക് അതിന് ഒരാളെ വിടണം. നീ വേണ്ട, നീ പോയിട്ട് കാര്യമില്ല, പൊളിയും. ഞാൻ പോവും. നല്ലളിയാ പറയാന്നെ. ഞാൻ ഒരാളുടെ പേര് പറയാന്നാ പറഞ്ഞ. ആരാണ്? നമുക്ക് ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആരത്? നമ്മുടെ അൻസാറിനെ വിട്ടാലോ? അൻസാർ തരക്കേടില്ല. അൻസാർ കൊള്ളാം. അൻസാറാകുമ്പോ അമ്മാവൻ വിശ്വസിക്കുകയും ചെയ്യും. അവന് കച്ചവടം ഉള്ളതാണല്ലോ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ അൻസാറിനെ വിട്ടിട്ട് ഈ കച്ചവടം പൊളിക്കാൻ നോക്കണം. ഞാൻ അൻസാറിനെ വിളിക്കാം. വിളി. അൻസാറേ. ഇല്ലടാ ഗോപാല, ആ കച്ചവടം നടന്നില്ലടാ. അവർക്ക് എന്താ അറിയില്ല, ആ സ്ഥലം വേണ്ടാന്ന് പറഞ്ഞു. അഡ്വാൻസ് അവർ തന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തു. അതൊന്നുമല്ല, അപ്പോഴേക്കും 3.5 ലക്ഷം സെന്റിന് തരാന്ന് പറഞ്ഞു വേറൊരു കൂട്ടറിന്റെ ഭാഗ്യത്തിന് വന്നു. അവര് 2.5 ചോദിച്ചേ. അപ്പൊ പ്രശ്നം വേണ്ട വെച്ചിട്ട് ഞാൻ പിടുത്തം വിട്ടു. ഇല്ല, അവര് ഉറപ്പിന് വേണ്ടി ഒരു 5,000 റുപ്യ തന്നിട്ടുള്ളൂ. അവര് വരെയിരിക്കാം. ശരി. അത് നടന്ന ചെലവ് ചെയ്യാം. എപ്പോഴും വരുമാനമില്ല എന്ന് പറയാം അമ്മാവൻ. എന്താ നോക്കിയേ? എന്തത്? നല്ല 1-ാം നമ്പർ കരിമീൻ, നെയ്മീൻ, പിന്നെ കൊഞ്ച്. പിന്നെതാ അമ്മാവന് 2 ജോഡി ഡ്രസ്. പിന്നെ 1-ാം നമ്പർ മലേഷ്യൻ ലെതറിന്റെ ഷൂ. പിന്നെ കച്ചവടം പൊട്ടിപ്പോയതുകൊണ്ടേ അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി നല്ല മുന്ത ഇങ്ങനെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. സോഡയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അല്ല, ഈ കച്ചവടം മുടങ്ങിയ വിഷമാണ്. എനിക്കെന്ന് എങ്ങനെ അറിഞ്ഞു? കച്ചവടം മുടങ്ങിയത് ഇപ്പോൾ 1 മണിക്കൂർ മുമ്പേ ആണല്ലോ. അതെ, അത്
അത് ഫാസില് മറ്റേ അറിഞ്ഞാലേ പറഞ്ഞപ്പോ ഉരുണ്ട് കളിക്കണിക്കെല്ലാം മനസ്സിലായി. ആ അല്ല ഞങ്ങളായിട്ട് ഒന്നും പറഞ്ഞു. എടാ അത് ഏത് പൊട്ടനെ അറിയില്ലേ? ഇവന്റെ ഏട്ടനല്ലേ ബ്രോക്കർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ അറിയിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അതന്നെ ഈ അമ്മാവന്റെ ഒരു കാര്യം ഇതായിട്ട് വെച്ചിട്ടേ അവിടെ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞേ വാ വാ വാ. ആവോ പൊട്ടന്മാര്. Alien versus Alien.